മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിലെത്തുന്ന കരുണയ്ക്ക് സന്തോഷത്തോടു കൂടി തന്നെ മോഹിനി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നെല്ലാമുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ നന്നായിട്ട് കഴിച്ചോ, നിൻ്റെ വയറ്റിലൊരു കുട്ടിയുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. കരുണ അത് കേൾക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നിൻ്റെ അമ്മയുടെ മുട്ടക്കറി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ട് നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിക്കുകയാണ് കരുണ. അപ്പം മോളുടെ അച്ഛൻ എന്താ വന്നില്ല എന്നൊക്കെ മോഹിനി ചോദിക്കുന്നു കഴിക്കാൻ. അപ്പോൾ അവന് ഒട്ടും വയറിനൊരു സുഖമില്ല, അവനെ വന്നത്തെ ആ കുണ്ട ഇടിച്ചതിന് ശേഷം അവൻ്റെ വയറിനെല്ലാം നീര് വീണ് കിടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അവൻ്റെ വൻകുടലും ചെറുകുടലും എല്ലാം ഒട്ടിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അവന് ഭക്ഷണമൊന്നും വേണ്ടാന്ന് പറയുന്നത്. എന്താണെങ്കിലും ഞാൻ നിർബന്ധിച്ച് അവനെ കഴിപ്പിച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഭക്ഷണം എടുത്തുകൊണ്ട് പോവുകയാണ്. കാരണം മോഹിനിയെ കണ്ടു കഴിഞ്ഞാൽ പ്രതാപന് ചിരി സഹിക്കാൻ പറ്റാതെയായി വരും. അതുകൊണ്ട് മാത്രമാണ് അങ്ങോട്ടേക്ക് ഭക്ഷണമായിട്ട് മുത്തശ്ശി പോകുന്നത്. പിന്നീട് മഹാലക്ഷ്മിയുടെയും ലേഖയുടെയും അടുത്ത് മാർക്കോ എത്തുന്നുണ്ട്. എന്നിട്ട് മാർക്കോ മഹാലക്ഷ്മി അന്വേഷിക്കുന്നു. അന്നേരം ലേഖ പറയുന്നു മഹാലക്ഷ്മി മുറിയിൽ തന്നെ ഇരിക്കുകയാണ്, ഇങ്ങോട്ട് വന്നോളൂ മഹാലക്ഷ്മി, മാർക്കോ ആണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എന്താണെങ്കിലും പകലെല്ലാം വീട്ടിൽ തന്നെ ഇരുന്നോളൂ, രാത്രിയല്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതെന്താണ് രാത്രിയിലുള്ള കാര്യങ്ങളെന്ന്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഗതി കിട്ടാതെ കിടക്കുന്ന ആത്മാക്കളെല്ലാം രാത്രിയല്ലേ ഇറങ്ങുന്നത്, അതുകൊണ്ട് മഹാലക്ഷ്മി ഇപ്പോൾ മരിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അവരെല്ലാം പേടിപ്പിക്കാനായിട്ട് നമുക്ക് രാത്രി ഒരു നല്ലൊരു കളി കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലേഖ പറയുന്നുണ്ട്, അതൊക്കെ ഇപ്പോൾ നമുക്ക് വർക്കൗട്ട് ആവുമോ, അത് ഇവർക്ക് ആരെയും പേടിയില്ലാത്തവരല്ലേ, പിന്നെ പ്രേതങ്ങളെ ഇവർക്ക് പേടിയുണ്ടാവുമോ എന്നൊക്കെ ലേഖ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവും, അവർക്ക് അതിലൊക്കെ നല്ല വിശ്വാസമുണ്ട്, പ്രത്യേകിച്ച് അവർ മുത്തശ്ശിക്കൊക്കെ, അതുകൊണ്ട് നമുക്ക് അവരെ ഒന്നൊരു ഭയപ്പെടുത്തണം. മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ തയ്യാറാണ്, എന്താണെങ്കിലും എന്നെ ദ്രോഹിച്ചവരെ ഞാൻ തിരിച്ച് ദ്രോഹിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. പിന്നീട് മേഘനാഥനും പ്രതാപനും ഒന്നിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഉണ്ണി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഉണ്ണി പറഞ്ഞതെന്ന് പ്രതാപൻ പറയുന്നുണ്ട്. അപ്പോൾ മേഘം പറയുന്നുണ്ട്, എന്നെയും ഉണ്ണി വിളിച്ചായിരുന്നു, അവിടെ പോലീസ് എത്തിയെന്നൊക്കെ പറയുന്നുണ്ട്, എന്താണെങ്കിലും നമ്മളുടെ പിറകെ ഒരു നിരീക്ഷണം നടക്കുന്നുണ്ടെന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മേഘം പറയുന്നുണ്ട്, അതൊക്കെ നടന്നോട്ടെ, നമുക്കിനി ഫോണിൽ കൂടിയുള്ള ഒരു സംഭാഷണവും വേണ്ട, ഇനി നമുക്ക് എവിടെയെങ്കിലും കണ്ട് സംസാരിച്ചാൽ മാത്രം മതി, ഫോണിൽ കൂടെയൊക്കെ നമ്മളുടെ ഫോണുകളെല്ലാം അവരുടെ നിരീക്ഷണത്തിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മാർക്കോ വരുന്നുണ്ട്. മാർക്കോനെ കാണുമ്പോൾ ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോകുന്നു. നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, മഹാലക്ഷ്മിയെ കാണാനില്ല എന്ന് കണ്ണൻ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, അതിൻ്റെ പിറകിൽ നിങ്ങളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളാണ് അതിൻ്റെ പിറകിലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഞാൻ തന്നിട്ടുള്ള അടിയുടെ ചൂട് പ്രതാപനും ഇയാൾക്കറിയാം നല്ലപോലെ, ഇയാൾക്കും നിൻ്റെ അച്ഛനിക്കും അറിയാം, നിനക്ക് മാത്രമേ അതറിയാൻ പാടില്ലാതുള്ളൂ, അതുകൊണ്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കോ ഞാൻ ആരാണെന്നുള്ള കാര്യമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന പ്രതാപൻ്റെ അടുത്ത് മോഹിനി വളരെ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെ ഇതുവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എൻ്റെ മോളെ നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് പ്രതാപൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് മോഹിനി. അപ്പോൾ പ്രതാപൻ പറയുന്നു, നിൻ്റെ മോളെ ഞാനെന്ത് ചെയ്യാനാ, നിൻ്റെ മോളെ എവൻ്റെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാകും, അവൻ കണ്ണൻ്റെ കൂടെ ജീവിച്ച് അവൾക്ക് മതിയായി കാണും, അതുകൊണ്ട് അവൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, അതിന് നീ എൻ്റെ അടുത്ത് ചൂടാകുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ നിൻ്റെ മോളെ എന്തെടുക്കാനാന്നൊക്കെ പറഞ്ഞു പ്രതാപൻ കൈയിഴുന്നുണ്ട്. പക്ഷേ മോഹിനി പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെടുന്നുണ്ട് മോഹിനി. മരിച്ചാലും ഇവളെ കൊണ്ടുള്ള ശല്യം തീരില്ല എന്ന് തോന്നുന്ന വിധം മഹാലക്ഷ്മി എല്ലാവരുടെ അടുത്തും പ്രേതമായിട്ട് എത്തുന്നൊക്കെയുണ്ട്. അവരെ എല്ലാവരും ഭയപ്പെടുത്താൻ വേണ്ടി അങ്ങനെ എല്ലാവരും ഭയപ്പെട്ടുകൊണ്ട് മഹാലക്ഷ്മിയുടെ യാത്ര തുടരുകയാണ്. ഇനിയുള്ള എപ്പിസോഡുകളിലാണ് നമുക്കതൊക്കെ കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.